പത്രോസിന്റെ ഒന്നാം ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യോത്തര രീതിയാണ് പഠനത്തിനായി സ്വീകരിച്ചിരിക്കുന്നത്. ആദ്യം 4-ാം അധ്യായത്തിന്റെ സംഗ്രഹം നോക്കാം. ദ സമ്മറി ഓഫ് ദ ചാപ്റ്റർ. ക്രിസ്തുവിന്റെ കഷ്ടതയുടെ ഭാവം തന്നെ ആയുധമാക്കാൻ വിശ്വാസികളെ പത്രോസ് ഓർപ്പിക്കുന്നു. ഇത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ സഹായിക്കുന്നു. ദൈവം ന്യായകർത്താവ് ആകയാൽ ഒരുവൻ ആത്മാവ് സംബന്ധമായി വളർച്ച പ്രാപിക്കേണ്ടത് അനിവാര്യമെന്ന് ഓർപ്പിക്കുന്നു. ഉറ്റ സ്നേഹത്തിലും നല്ല ഗൃഹവിചാരകന്മാരും ആയിരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. ഒരുവന്റെ ശുശ്രൂഷ ദൈവമഹത്വത്തിന് മാത്രം ഉള്ളതാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കണം. പരീക്ഷയുടെ അഗ്നിശോധന ഒരുവനെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവനാക്കുന്നു. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കാനും വിശ്വസ്തനായി ജീവിക്കാനും ഉപദേശിച്ച് അധ്യായം അവസാനിക്കുന്നു. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ചോദ്യം: ക്രിസ്തുവിന്റെ എന്തു ഭാവമാണ് വിശ്വാസികൾ ആയുധമായി ധരിക്കേണ്ടത്? ഉത്തരം: ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചത്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. ചോദ്യം: ക്രിസ്തുവിന്റെ ഭാവം ധരിക്കുന്ന വിശ്വാസികൾ അവന്റെ കഷ്ടത എങ്ങനെ അനുഭവിക്കണം? ഉത്തരം: ക്രിസ്തുവിനെ പോലെ ജഡത്തിൽ. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. ചോദ്യം: ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ശേഷിക്കും കാലം ആരുടെ മോഹങ്ങളെ വിട്ടൊഴിയണം? ഉത്തരം: മനുഷ്യരുടെ. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. ചോദ്യം: ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ശേഷിക്കും കാലം ആരുടെ ഇഷ്ടത്തിന് ജീവിക്കണം? ഉത്തരം: ദൈവത്തിന്റെ ഇഷ്ടത്തിന്. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. ചോദ്യം: ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിക്കും കാലം ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് എന്ത് വിട്ടൊഴിഞ്ഞിരിക്കുന്നു? ഉത്തരം: പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. ചോദ്യം: ക്രിസ്തുവിനെ പോലെ ജഡത്തിൽ കഷ്ടം അനുഭവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: ശേഷിക്കും കാലം ദൈവ ഇഷ്ടത്തിനായി പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കാൻ. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. ചോദ്യം: ക്രിസ്തുവിനെ പോലെ ജഡത്തിൽ കഷ്ടത അനുഭവിക്കുന്നവൻ പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നതിനാൽ അവന്റെ 2 പ്രത്യേകതകൾ എന്താണ്? ഉത്തരം: 1. മനുഷ്യരുടെ മോഹങ്ങൾ വിട്ടൊഴിയുന്നു. 2. ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. ചോദ്യം: ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയതു മതി. എന്താണ് ജാതികളുടെ ഇഷ്ടങ്ങൾ? ഉത്തരം: 1. കാമാർത്തികൾ. 2. മോഹങ്ങൾ. 3. വീഞ്ഞുകുടി. 4. വെറിക്കൂത്തുകൾ. 5. മദ്യപാനം. 6. ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന. 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. ചോദ്യം: യഹോവ ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നത് ആരെയെല്ലാം? ഉത്തരം: ജീവികളെയും മരിച്ചവരെയും. 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. ചോദ്യം: ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത് ആരാണ്? ഉത്തരം: വിശ്വാസികളെ ദുഷിക്കുന്നവർ. 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ചോദ്യം: ജാതികൾ അപൂർവം എന്ന് വിശ്വാസികളിൽ കണ്ട കാര്യം എന്ത്? ഉത്തരം: ജാതികളുടെ ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ വിശ്വാസികൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത്. 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. ചോദ്യം: ദുർനടപ്പുകാരായ ജാതികൾ അവരുടെ ദുഷിവാക്കുകൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത് ആരോട്? ഉത്തരം: ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനോട്. 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. ചോദ്യം: മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത് ആരായിരുന്നു? ഉത്തരം: ക്രിസ്തു. 4-ാം അധ്യായം 6, 3-ാം അധ്യായം 19. ചോദ്യം: ക്രിസ്തു മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം: അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന്. 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. നീതിമാന്മാർക്ക് രക്ഷയും
ദുഷ്ടന്മാർക്ക് ശിക്ഷയും അറിയിക്കുന്ന സുവിശേഷമാണ് യേശു പ്രസംഗിച്ചത്. ചോദ്യം: എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്നതിനാൽ വിശ്വാസികൾ എന്തു ചെയ്യണമെന്നാണ് പത്രോസ് പറയുന്നത്? ഉത്തരം: പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കുവാൻ. 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ചോദ്യം: എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്നതിനാൽ സകലത്തിനു മുമ്പേ വിശ്വാസികൾക്ക് തമ്മിൽ തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ഉത്തരം: ഉറ്റ സ്നേഹം. 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. ചോദ്യം: സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? ഉത്തരം: സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നതിനാൽ. 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. ചോദ്യം: അതിഥി സൽക്കാരം ആചരിക്കേണ്ടത് എങ്ങനെ? ഉത്തരം: പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ. 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. ചോദ്യം: ഓരോരുത്തനും വരം നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനായിട്ടാണ്? ഉത്തരം: അന്യോന്യം ശുശ്രൂഷിപ്പാൻ. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. ചോദ്യം: വരം നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം: നല്ല ഗൃഹവിചാരകന്മാർ. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. ചോദ്യം: 1 പത്രോസ് 4:10 പ്രകാരം വിശ്വാസികൾ എന്തിന്റെ ഗൃഹവിചാരകന്മാരാണ്? ഉത്തരം: ദൈവകൃപയുടെ. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. ചോദ്യം: വിശ്വാസികൾ അവരുടെ വരങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ എങ്ങനെ ശുശ്രൂഷിക്കണം? ഉത്തരം: ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. ചോദ്യം: ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ എന്ത് പ്രസ്താവിക്കുന്നു എന്ന പോലെ പ്രസംഗിക്കണം? ഉത്തരം: ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ. 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. ചോദ്യം: ശുശ്രൂഷിക്കുന്നവൻ എവ്വണ്ണം ശുശ്രൂഷിക്കണം? ഉത്തരം: ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം. 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. ചോദ്യം: ഒരുവന്റെ പ്രസംഗത്തിന്റെയും ശുശ്രൂഷയുടെയും ആത്യന്തിക ലക്ഷ്യം എന്താണ്? ഉത്തരം: ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടണം. 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. ചോദ്യം: ഒരുവന്റെ പ്രസംഗത്തിന്റെയും ശുശ്രൂഷയുടെയും മഹത്വവും ബലവും ആർക്കാണ്? ഉത്തരം: യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന്. 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. ചോദ്യം: ദൈവത്തിന്റെ മഹത്വവും ബലവും എത്രത്തോളം നിലനിൽക്കുമെന്നാണ് 1 പത്രോസ് 4:11 പറയുന്നത്? ഉത്തരം: എന്നേക്കും. 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. ചോദ്യം: അതിശയിച്ചു പോകരുതെന്ന് പത്രോസ് വിശ്വാസികളെ ഉപദേശിക്കുന്നത് എന്താണ്? ഉത്തരം: പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിങ്കൽ. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ചോദ്യം: 1 പത്രോസ് 4:12 പ്രകാരം അഗ്നിശോധനയുടെ ഉദ്ദേശ്യം എന്താണ്? ഉത്തരം: വിശ്വാസികളുടെ പരീക്ഷയ്ക്കായി. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ചോദ്യം: 1 പത്രോസ് 4:12 പ്രകാരം വിശ്വാസികൾ അവരുടെ പരീക്ഷകളെ എങ്ങനെ കാണരുത്? ഉത്തരം: ഒരു അപൂർവ കാര്യം സംഭവിക്കുന്നത് പോലെ കാണരുത്. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ചോദ്യം: പരീക്ഷയിൽ വിശ്വാസികൾ അഗ്നിശോധനയോട് കാട്ടുന്ന ഏതു ഭാവത്തെയാണ് പത്രോസ് എതിർക്കുന്നത്? ഉത്തരം: അതിശയിച്ച് പോകുന്ന ഭാവത്തെ. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ചോദ്യം: വിശ്വാസ ജീവിതത്തിലെ പരീക്ഷകളെക്കുറിച്ച് പത്രോസ് എന്താണ് നിർദ്ദേശിക്കുന്നത്? ഉത്തരം: ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്നുവച്ച് അതിശയിച്ചു പോകരുത്. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ചോദ്യം: ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും എങ്ങനെയുള്ളവരാകണം? ഉത്തരം: സന്തോഷിക്കണം. 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. ചോദ്യം: 1 പത്രോസ് 4:13 പ്രകാരം
വിശ്വാസികൾ ആരുടെ കഷ്ടങ്ങളിൽ പങ്കുചേരണം? ഉത്തരം ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ. 4 അധ്യായം 13 വാക്യം. ചോദ്യം: വിശ്വാസികൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ സന്തോഷിക്കേണ്ടത് എന്തുകൊണ്ട്? ഉത്തരം ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരുന്നതിനാൽ. 4 അധ്യായം 13 വാക്യം. ചോദ്യം: 1 പത്രോസ് 4:13 പ്രകാരം വിശ്വാസികൾക്ക് സന്തോഷം നൽകുന്ന ഏത് ഭാവി സംഭവത്തെയാണ് പത്രോസ് പരാമർശിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. 4 അധ്യായം 13 വാക്യം. ചോദ്യം: പത്രോസ് എന്തുകൊണ്ടാണ് വിശ്വാസികളെ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വരുന്നതുകൊണ്ട്. 4 അധ്യായം 14 വാക്യം. ചോദ്യം: പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ ഭാഗ്യവാന്മാർ ആരാണ്? ഉത്തരം: 1, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വരുന്നവർ. 4:14. 2, നീതി നിമിത്തം നഷ്ടം സഹിക്കേണ്ടി വരുന്നവർ. 3:14. ചോദ്യം: മഹത്വത്തിന്റെ ആത്മാവ് ഏത്? ഉത്തരം ദൈവാത്മാവ്. 4:14. ചോദ്യം: ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ന സഹിക്കേണ്ടി വരുന്നവരുടെ മേൽ ആവസിക്കുന്നത് എന്താണ്? ഉത്തരം മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ്. 4 അധ്യായം 14 വാക്യം. ചോദ്യം: വിശ്വാസികളിൽ ഏതുതരം കഷ്ടതകൾക്കാണ് സ്ഥാനമില്ലാത്തത് എന്നാണ് പത്രോസ് ഉദാഹരണമായി പറയുന്നത്? ഉത്തരം കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ പരകാര്യത്തിൽ ഇടപെടുന്നവനോ ആയിട്ടുള്ള കഷ്ടതകൾക്ക്. 4 അധ്യായം 15 വാക്യം. ചോദ്യം: കൊലപാതകൻ, കള്ളൻ, ദുഷ്പ്രവർത്തിക്കാരൻ, പരകാര്യങ്ങളിൽ ഇടപെടുന്നവൻ എന്നിവയ്ക്ക് വിപരീതമായി കഷ്ടതയുടെ പശ്ചാത്തലത്തിൽ ഒരുവനെ സൂചിപ്പിക്കുന്ന വാക്ക് ഏത്? ഉത്തരം ക്രിസ്ത്യാനി. 4 അധ്യായം 16 വാക്യം. ചോദ്യം: ഒരു ക്രിസ്ത്യാനിയായി സഹിക്കേണ്ടി വരുന്ന കഷ്ടതയോടെ എങ്ങനെ പ്രതികരിക്കണം? ഉത്തരം ലജ്ജിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. 4 അധ്യായം 16 വാക്യം. ചോദ്യം: ഒരു വിശ്വാസി അവന്റെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് എന്തുകൊണ്ടാണ്? ഉത്തരം ക്രിസ്ത്യാനി എന്ന നാമം ധരിച്ചിരിക്കുന്നതിനാൽ. 4 അധ്യായം 16 വാക്യം. ചോദ്യം: ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി കഷ്ടത സഹിക്കുമ്പോൾ ലജ്ജിക്കുന്നതിനു പകരം എന്തു ചെയ്യാൻ 1 പത്രോസ് 4:16 പറയുന്നു? ഉത്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. 4 അധ്യായം 16 വാക്യം. ചോദ്യം: ന്യായവിധി ആരംഭിക്കുവാൻ സമയമായിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം ദൈവഗൃഹത്തിൽ. 4 അധ്യായം 17 വാക്യം. ചോദ്യം: ന്യായവിധിയുടെ അളവുകോൽ എന്ത്? ഉത്തരം ദൈവത്തിന്റെ സുവിശേഷം. 4 അധ്യായം 17 വാക്യം. ചോദ്യം: ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായെങ്കിൽ അതിന്റെ കൂടുതൽ ദൂഷ്യം അനുഭവിക്കുന്നത് ആരായിരിക്കും? ഉത്തരം ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവർ. 4 അധ്യായം 17 വാക്യം. അടുത്തതായി പൂരിപ്പിക്കുക വാക്യം. ഡാഷ് പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ ഡാഷ് ഡാഷ് ഗതി എന്താകും? 3 വാക്കുകൾ. ഉത്തരം: 1 നീതിമാൻ, 2 ഭക്തന്റെയും, 3 പാപിയുടെയും. 4:18. അടുത്തതായി വീണ്ടും പൂരിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ ഡാഷ് ചെയ്തുകൊണ്ട് തങ്ങളുടെ ഡാഷ് വിശ്വസ്തനായ സ്രഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. 2 വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. ഉത്തരം: 1 നന്മ, 2 പ്രാണനെ. 4 അധ്യായം 19 വാക്യം. ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ പൂർത്തീകരിക്കുന്നു. പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.